ഇത് ഒരു കാര്യം കൂടെ പറയാം. ഇന്നലെ ഒറ്റ ദിവസം രാത്രി വെള്ളം അങ്ങ് വാങ്ങി വെച്ചിരുന്നാൽ മതി. അതിവിടെ ആ പരിപ്പ് ഇവിടെ വേഗത്തില്ല. സോ നമ്മൾ എന്തായാലും കല്യാണം കഴിക്കും. ഞാൻ പറഞ്ഞില്ല, പുള്ളിക്കാരുടെ മൂവിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു ഗ്യാപ്പ് മാത്രമാണ്. ഇനിയിപ്പം നിങ്ങൾക്ക് റോബിനെ അറിയാമെന്ന് തന്നെ പറയാൻ പറ്റുമോ? ഇപ്പം റോബിനെ അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്ന് കഥ ഹോകയാ. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ഉടായ്പാരെന്ന് വെച്ച് കഴിഞ്ഞാൽ റോബിൻ. സോ ഗ്രാജുവലി നമ്മൾ ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും ഞാൻ ഈ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നത് സോഷ്യൽ മീഡിയയുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിനനുസരിച്ച് നിൽക്കുന്നത്. കണ്ടന്റ് കൊടുക്കേണ്ട സമയത്ത് ഞാൻ കണ്ടന്റ് കൊടുക്കുക തന്നെ ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ. ഹലോ, ആയ മുകേഷ് രാധാ മാധവ്. നമ്മളിപ്പം കേട്ടത് റോബിൻ്റെയും ആരതിയുടെയും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ള ഒരു വീഡിയോ ആണ്. അതിലവർ വ്യക്തമാക്കുന്നത് അവരുടെ കല്യാണത്തിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്തു, ഉടനെ തന്നെ ഉണ്ടാകും എന്നുള്ള അറിയിപ്പാണ് അവർ പ്രേക്ഷകർക്ക് നൽകുന്നത്. പക്ഷേ ഇന്നലെ മുതൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരവധി പേര് പറയുന്നുണ്ട് റോബിനും ആരതിപ്പൊടിയും തമ്മിൽ വേർപിരിഞ്ഞു എന്ന്. അതിന് കാരണം തന്നെ ആരതിപ്പൊടിയുടെ ഒരു മെസ്സേജാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും എടുത്തുകൊണ്ട് വരുന്നത്. അതായത് ആ കമൻറ്റ് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും അതൊരു ആരോപണമായിട്ടാണ് ആരതിപ്പൊടി ഉന്നയിക്കുന്നത്. ഇത് ആദ്യം തന്നെ വിചാരിച്ചത് ഇത് ആരതിപ്പൊടിയുടെ മെസ്സേജ് അല്ല, ഫേക്ക് മെസ്സേജ് ആയിരിക്കും എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇത് ആരതിപ്പൊടിയുടെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ നിന്ന് തന്നെ മെസ്സേജ് ടൈപ്പ് ചെയ്തതാണെന്ന്. ഇതിന് എത്രത്തോളം ആധികാരികതയുണ്ടെന്ന് കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും നമുക്ക് ആ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇതിൽ ആരതിപ്പൊടി മെസ്സേജ് ഇടാൻ തന്നെ കാരണം മറ്റൊരാളുടെ മെസ്സേജിന് കമൻ്റായിട്ടാണ് ആരതിപ്പൊടി തൻ്റെ മെസ്സേജ് ഇട്ടത്. എന്തായാലും ആ കമൻ്റ് ഇട്ട വ്യക്തിയുടെ കമൻ്റ് ഒന്ന് വായിച്ച് നോക്കാം. അതിന് മറുപടിയായിട്ടാണ് ആരതിപ്പൊടി മറുപടി പറഞ്ഞേക്കുന്നത്. അൺഫോളോ ചെയ്ത ഫ്രണ്ട്സിനെ എഗെയിൻ ഫോളോ ചെയ്യുക, സാഡ് സ്റ്റോറീസ് ഇടുക, വളരെ ഇമ്മച്വർ ആൻഡ് ചീപ്പ് ആക്ഷൻ യു ഡു. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നവരെ കൺഫ്യൂഷൻ ആക്കുകയാണ്. ലൈഫ് ആൻഡ് റിലേഷൻഷിപ്പ് ഒരു കുട്ടിക്കളിയായി കാണാതെ നോക്കുക. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങളുടേതായ സ്പേസിൽ പറഞ്ഞു തീർക്കുക. പിന്നെ ഒരു കാര്യം പൊടിയേ, ആരും ഫോഴ്സ് ചെയ്തിട്ടൊന്നും അല്ലല്ലോ റോബിനുമായി റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയത്. ബട്ട് യുവർ ആറ്റിറ്റ്യൂഡ് വെരി ബാഡ് നൗ എ ഡേയ്സ്. ഈ കമൻസിനെതിരെയാണ് ആരതിപ്പൊടി കമൻറ്റ് ഇട്ടേക്കുന്നത്. എന്തായാലും നമുക്ക് അതും കൂടെ വായിക്കാം. ആരതിപ്പൊടി പറഞ്ഞേക്കുന്നത് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ്, വൈഫാകാൻ പോകുന്ന പെണ്ണിൻ്റെ ഫ്രണ്ടിനോട് ക്രഷ് തോന്നുന്നതാണോ പിന്നെ മെച്യൂരിറ്റി? അത് കഴിഞ്ഞതിന് ശേഷം വോയിസ് എന്നെ കൊണ്ട് പബ്ലിക്കലി ഇടിയിപ്പിക്കല്ലേ. ഇവിടെ ആരതിപ്പൊടി പറഞ്ഞു വയ്ക്കുന്നത് റോബിൻ രാധാകൃഷ്ണന് പല അഫെയർസ് ഉണ്ടെന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. അതുപോലെ തന്നെ വൈഫാകാൻ പോകുന്ന പെൺകുട്ടിയുടെ ഫ്രണ്ടിനോട് ക്രഷ് തോന്നുന്നത് ശരിയായ രീതിയാണോ? ഈ രണ്ട് കാര്യങ്ങളാണ് ആരതിപ്പൊടി റോബിന് മേലെ ആരോപിക്കുന്ന ആരോപണം. ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ആരതിപ്പൊടിയാണ് ഇപ്പോൾ റോബിന് നേരെ ഇങ്ങനൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇത് കണ്ടുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ആളുകൾ ആരതിപ്പൊടിയും റോബിൻ രാധാകൃഷ്ണനും ബ്രേക്കപ്പായി എന്നുള്ള വാർത്ത പ്രചരിപ്പിക്കുന്നത്. ഇതിൽ മറുപടിയായിട്ട് റോബിൻ രാധാകൃഷ്ണൻ വന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. എന്തായാലും ആരതിയുടെ മെസ്സേജ് ഒഫീഷ്യൽ അക്കൗണ്ടിൽ നിന്നാണെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഇപ്പോൾ പോകുന്നത് വളരെ മോശമായിട്ടാണ്. പിന്നെ ഒരു എടുത്തു പറയേണ്ട കാര്യം, റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഒരു കണ്ടന്റ് ക്രിയേറ്ററാണ്. അദ്ദേഹം ഈ കണ്ടന്റിന് വേണ്ടി ഇങ്ങനെ ചെയ്യുമോ എന്നും പല ആരാധകരും സംശയം ഉന്നയിക്കുന്നവരുണ്ട്. എന്തായാലും റോബിൻ്റെ ആരാധകർക്ക് ഇതൊരു വലിയൊരു തിരിച്ചടിയാണ്. അതുപോലെ തന്നെ റോബിൻ്റെ ഹേറ്റേഴ്സിന് ഇതൊരു നല്ല ആയുധവുമാണ്. ഇതുപോലുള്ള ഉടായ്പകളെ നിങ്ങൾ തിരിച്ചറിയണം. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും പറ്റി നമ്മളൊരു ഇല്ലാത്ത കാര്യമായാലും ഉള്ള കാര്യമായാലും ഒരാൾ പറയുമ്പം അതിലെന്തെങ്കിലും സത്യസന്ധത ഉണ്ടോ എന്ന് തിരക്കണം. എന്നിട്ട് മാത്രം അയാളെ ക്രൂശിക്കാൻ നിൽക്കണം. അല്ലാതെ കാളെ പറ്റുമെന്ന് കേട്ട ഉടനെ ഒരു പിടി പൊച്ചോ മാച്ചുകൊണ്ട് വരരുത്. അങ്ങനെ വന്ന ഇപ്പം കണ്ട വന്നവരെല്ലാം ഇപ്പം അടപടലം തേഞ്ഞില്ലേ. ഇനിയിപ്പം നിങ്ങൾക്ക് റോബിനെ അറിയാമെന്ന് തന്നെ പറയാൻ പറ്റുമോ? ഇപ്പം റോബിനെ അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്ന് കഥ ഹോകയാ. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ഉടായ്പാരെന്ന് വെച്ച് കഴിഞ്ഞാൽ റോബിൻ. അപ്പോൾ അവൻ്റെ ഫാൻസ് എന്ന് പറയുമ്പോൾ, ഉടായ്പിൻ്റെ ഫാൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉടായ്പായി മാറും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇനിയെങ്കിലും നല്ല അച്ഛൻ്റെ മക്കളായിട്ട് മാന്യമായിട്ട് നിങ്ങളൊക്കെ നിങ്ങളെ കാര്യം നോക്കി ജീവിക്കണതാണ് ഏറ്റവും നല്ലത്. എന്തായാലും റോബിൻ്റെയും ആരതിപ്പൊടിയുടെയും ഭാഗത്ത് നിന്നും മറുപടി വരാത്തത് കൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിൽ കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ആരെയും വ്യക്തിപരമായിട്ട് സൈബർ അറ്റാക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. എന്തായാലും അവരുടെ മറുപടിക്കായി കാത്തിരിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഓക്കെ, ബൈ, സീ യു.